ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ട് ക്ലാസ് കണ്ടിട്ട് വരിക. കാരണം എന്ന് പറയുന്നത് ഇതൊരു പാർട്ടായിട്ടുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ് നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ പൊതുവേ മലയാളത്തിൽ പറയും, നീ ഇവിടെ വാ, ഇവിടെ ഇരിക്കുക, നീ അവിടെ പോട്, നീ എന്നെ വിളിക്കുക, സഹായിക്കുക, വിശ്വസിക്കുക എന്നൊക്കെ പറയും. എന്നെ വിശ്വസിക്കുക, അവളെ വിശ്വസിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളോട് നമ്മൾ ഭക്ഷണം കഴിക്കുക, ക്ലാസ്സിലേക്ക് പോട്, വീട്ടിലേക്ക് പോവാ, അവിടെ ഇരിക്കുക, എൻ്റെ ബുക്ക് എടുക്കുക, എൻ്റെ പെണ്ണെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതികളിലായിട്ട് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന ഒരു രൂപം, കൽപ്പിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണത്. ഇപ്പോൾ പൊതുവേ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വാക്കുകൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളായിരിക്കും. ഗോ എന്നുള്ളത്, ഗോ എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാ, പോകുക എന്നുള്ളതാണ് ഗോ എൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ എങ്കിൽ അതിന് വേറൊരു അർത്ഥം കൂടി നമുക്ക് പറയാം. ജസ്റ്റ് ഒരു ഗോ മാത്രം ഒരാളോട് പറഞ്ഞു, ഗോ എന്ന് പറഞ്ഞാൽ പൊടി എന്നുള്ള രീതിയിലാണ് പറയുക. ഗോ ജസ്റ്റ് പൊടി എന്നുള്ള രീതിയിലാണ് പറയുക. അത് നമ്മൾ എത്രത്തോളം ശബ്ദത്തിൽ പറയുന്നത് അത്രത്തോളം അതിനുള്ള കട്ടി കൂടിക്കൊണ്ട് പൊടി എന്നറിയില്ല. അപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ പോ എന്നുള്ള രീതിയിലായിട്ടാണ് ഗോ എന്ന് പറയുന്നത്. കമ്മിൻ്റെ അർത്ഥം എന്താണ്? കം എന്ന് പറയുന്നത് വരിക എന്നുള്ളതാണ് കമ്മിൻ്റെ അർത്ഥം. ഇപ്പം കമ്മ് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം അതിന് വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊടി എന്നുള്ള കം എന്ന് പറയുന്നത് വാ എന്നുള്ളത് അർത്ഥം വരും. കം എന്ന് പറയൂല, കം ഒരാളോട് വാ എന്ന് പറയുന്നത് കം മാത്രം പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു അർത്ഥമായിട്ട് വന്നു വാ എന്നുള്ളത് പറയുന്നതാണ്. പിന്നെ അടുത്തത് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി എന്ന് പറയും. ഇപ്പം ജസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പഠിക്കുക എന്നുള്ളത് അതിന് ഒരർത്ഥം വരുന്നത് പഠിക്കുക മാത്രമല്ല, നമുക്ക് നടന്ന പഠിക്ക് എന്ന് വേണം സ്റ്റഡി എന്ന് പറയും. അടുത്തത് സ്പീക്ക് എന്ന് പറയും. നമ്മൾ സ്പീക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, സ്പീക്ക് എന്നാണ് സംസാരിക്കുക. സ്പീക്ക് എന്ന് പറയുന്നത് ഒരർത്ഥം എന്ന് പറയുന്നത്, സ്പീക്ക് എന്ന് പറയുന്നത് മാത്രം പറയുകയാണെങ്കിൽ സ്പീക്ക് സംസാരിക്കുക എന്ന് വേണം, സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറയും. പിന്നെ എന്ന് പറയുന്നത് ടേക്ക് എന്ന് പറയുന്നത്, ടേക്ക് എന്ന് പറയുന്നത് എടുക്കുക എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ റൈറ്റ് എന്ന് പറയും. റൈറ്റ് എന്ന് പറയുന്നത് എയ്ത് എന്ന് വേണമെങ്കിൽ പറയാം. എഴുതുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. എയ്ത് എന്നാണെങ്കിൽ ഈ ഒരു വാക്കിന് എന്ന് പറയുന്നത് നമുക്ക് അർത്ഥം പറയാം. ഗിവ് എന്ന് പറയുന്നത് കൊടുക്കൂ, സിറ്റ് എന്ന് പറയുന്നത് ഇരിക്കൂ എന്നുള്ള രീതിയിലാണ് പറയാം. റീഡ് എന്ന് പറയുന്നത് വായിക്കൂ എന്നുള്ള രീതിയിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്കുകൾ കൊണ്ടല്ലോ എന്ന് പറയുന്നത്, ഈ വാക്ക് ആദ്യം വെച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, ഓരോരോ വാക്കുകൾ വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു കാര്യം. ഉദാഹരണത്തിന് എന്ന് പറയുന്നത് ഗോ എന്നുള്ളതിന് പറയുന്നത് നമുക്ക് പറയാം ഗോ ദേർ എന്ന് പറയുന്നത് അവിടെ എന്നുള്ളത്. ഗോ ദേർ അവിടെ പോട് എന്ന് പറയും. ഗോ ദേർ അവിടെ പോട് എന്ന് വേണമെങ്കിൽ പറയാം. കം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വരിക എന്നുള്ളത്. അതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളെ വിളിക്കാണ്, കം ഹിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാ എന്നുള്ളതാണ്. സ്റ്റഡി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ സ്റ്റഡി. അപ്പോൾ സ്റ്റഡീൻ്റെ കൂടെ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാക്ക് വെച്ച് കൊടുക്കാം. സ്റ്റഡി ഇംഗ്ലീഷ് പഠിക്കുക എന്നാണ്. സ്റ്റഡി മലയാളം പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അടുത്തത് പറയുന്നത് ടേക്ക് എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ടേക്ക്. അപ്പോൾ പറയുന്നത് എടുക്കുക എന്ന് പറയുന്നത് ടേക്ക് ബുക്ക് എടുക്കുക, ടേക്ക് പെന്നെടുക്കുക, ടേക്ക് ഇറ്റ് അതെടുക്കുക എന്നൊക്കെ രീതിയിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ റൈറ്റ്, അടുത്തത് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്നത് എഴുത് എന്നാണ്. എന്തെന്നാ എഴുതുക, റൈറ്റ് നോവൽ, റൈറ്റ് ലെറ്റർ അങ്ങനെയൊക്കെ പറയാം. ഗിവ് എന്ന് പറയുന്നത് തരൂ എന്ന് പറയുന്നത്. ഗിവ് പെന്നിതാ, ഗിവ് ബുക്ക് എന്നുള്ള രീതിയിലെല്ലാം പറയാം. അടുത്ത് സിറ്റിന്റെ കൂടെ എന്ന് പറയുന്ന ഒരു വാക്ക് ചേർത്ത് കൊടുത്താൽ സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കൂ, സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കുക, സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ സിറ്റ് ദെയർ അവിടെ ഇരിക്കുക, അങ്ങനെ പല രീതിയിലായിട്ട് പറയും. പക്ഷേ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്തെന്ന ഒരു പ്രവർത്തികളായിരിക്കണം വെക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ള പറയാം. സ്പീക്ക് ഇംഗ്ലീഷ് ആദ്യം വന്നു പോയാലും അത് തെറ്റിപ്പോയി. ഇംഗ്ലീഷ് സ്പീക്ക് പലപ്പോഴും എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്ന് പറയുന്ന മിസ്റ്റേക്ക് പറ്റിപ്പോകുന്നതാണ്. ആദ്യം എന്ന് പറയുന്നത് മെയിൻ വെർബ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്ന കാര്യം, ചില പ്രവർത്തിക്കുന്ന കാര്യം അത് പറയുക. സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്പീക്ക് ആദ്യം പറയും, പിന്നെ അടുത്ത ഇംഗ്ലീഷ്, നേരെ തല തിരിഞ്ഞ് പോകരുത് എന്നാളുള്ളൂ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ കൂടാതെ നമ്മൾ ഗോ എന്ന് പൊതുവെ പറയുന്നത്, ഗോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുക എന്നുള്ളതാണ്. ഗോ എന്ന് പറയുന്നത് പൊടി എന്നാണ് പറയും. നമുക്ക് എന്ന് പറയുന്നത് കൽപ്പിക്കുന്ന രീതിയിൽ പൊടി എന്ന് പറയും. നമ്മൾ പൊതുവെ പറയും. ഇപ്പോൾ കുട്ടികളോടുള്ള എന്ന് പറയുന്നത് ടീച്ചേഴ്സ് പറയും ഗോ ടു ക്ലാസ്സിലേക്ക് പോകും. അവിടെ ടു എന്ന് പറയുന്നത് ലേക്ക് എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഒരു അടുത്തത് ഗോ കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലമാണ് വെക്കുന്നത്, ജസ്റ്റ് ടു ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. ഗോ ടു ക്ലാസ്സിലേക്ക് പോകും.
അല്ലെങ്കിൽ ഗോ ടു മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് പോടും. ഗോ ടു ടൗൺ, ടൗണിലേക്ക് പോടും. അല്ലെങ്കിൽ ഗോ ടു കാലിക്കറ്റ്, കോഴിക്കോടേക്ക് പോടും. അങ്ങനെ രീതിയിലായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഗോ ടു അങ്ങനെ രീതിയിൽ, ഗോ ടു ടോയ്ലറ്റ്, ടോയ്ലറ്റിലേക്ക് പോടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിലായിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ആവുക എന്നുള്ള രീതിയാണ്. ബി എന്ന് പറഞ്ഞാൽ ആവുക. ഇപ്പം ബി എന്ന് പറയുന്നത് ആവുക എന്നുള്ളത്. അപ്പോൾ ആവ് എന്ന് വേണമെങ്കിൽ പറയാം. ആവ്. ഇപ്പം ബി സ്മാർട്ട് ആവും. ഇപ്പോൾ ഒരാളോട് പറയാം ബി സ്മാർട്ട് കുറച്ച് സ്മാർട്ട് ആവും എന്ന് പറയുന്നത്. ഇപ്പം ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ബി സൈലന്റ്, ഉണ്ടാതിരിക്കുക. ഒരാളോട് പറയാം ബി സൈലൻസ്, ഉണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറയുന്നത് ആളുകളെ സൂചിപ്പിക്കുന്ന രീതിയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ, അവളുടെ, എന്നെ, അവനെ എന്നൊക്കെ രീതിയിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിക്കാത്തവർ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വരിക. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ എന്ന് പറയുന്നത് അങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. മൈ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു എന്ന് പറയുന്നത് എൻ്റെ. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ടേക്ക് എന്ന് പറയുന്നത് എടുക്കുക എന്നുള്ളത്. ടേക്ക് മൈ ബുക്ക്, എൻ്റെ ബുക്ക് എടുക്ക്. ഒരാളോട് പറയണം എൻ്റെ ബുക്ക് എടുക്കുന്ന അറിയാം. ഇപ്പോൾ ഒരു ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബുക്ക് എടുക്കുന്ന ടേക്ക് മൈ ബുക്ക്, എൻ്റെ ബുക്ക് എടുക്ക്. അല്ലെങ്കിൽ എൻ്റെ പെൻ എടുക്ക്, എൻ്റെ മൊബൈൽ ഫോൺ എടുക്ക്. അങ്ങനെ രീതിയിലായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടേക്ക് യുവർ ബുക്ക്, നിന്റെ ബുക്ക് എടുക്ക്. അല്ലെങ്കിൽ ഇപ്പം പോലീസെല്ലാം പിടിച്ചാൽ ഒരാളോട് ടേക്ക് യുവർ ലൈസൻസ്, നിന്റെ ലൈസൻസ് എടുക്കുക, എൻ്റെ ലൈസൻസ് എടുക്കുക എന്നുള്ള പറയുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് അവർ എന്ന് പറയുന്നത് നമ്മളുടെ എന്ന് പറയുന്നത്. ഗീവ് അവർ കീ, നമ്മളുടെ ചാവി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഹർ എന്ന് വെച്ചിട്ട് എന്ന് പറയുന്നത് ഹർ എന്ന് പറയുന്നത് അവളുടെ. ടേക്ക് ഹർ ബുക്ക്, അവളുടെ ബുക്ക് എടുക്കുക. ടേക്ക് ഹർ ബുക്ക്, അവളുടെ ബുക്ക് എടുക്കുക. ഗിവ് ഹിസ് പെൻ, അവൻ്റെ പെന്ന് ഇതാണ്. ഗിവ് ഹിസ് പെൻ, ഹിസ് എന്ന് പറയുന്നത് അവൻ്റെ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറക്റ്റായിട്ട് ഒക്കെ പഠിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ബൈ ദെയർ കാർ, അവരുടെ കാറ് വാങ്ങി. എല്ലാ കാര്യങ്ങളും ബൈ ദെയർ കാർ, ബൈ അതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണോ പ്രവൃത്തി അത് വെക്കുക. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ കറക്റ്റായിട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനെ കൂടാതെ നമ്മൾ പഠിച്ചതാണ് എന്ന് പറയുന്നത് എന്നെ, എനിക്ക്, എന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ കൂടെ ചേർക്കുക എന്ന് പറയുന്നത് കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്ന് പറയുന്നത്. ഒരാളോട് പറയുന്നത് കോൾ. അതിൻ്റെ കൂടെ തരുന്ന മീ എന്ന് ചേർത്താൽ എന്നെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. മീ എന്നുള്ളത് എന്നെ എന്നുള്ളതാണ്. കോൾ മീ, എന്നെ വിളിക്കുക. കോൾ മീ എന്നെ വിളിക്കുക. കോൾ ഹെർ എന്ന് പറഞ്ഞാൽ അവളെ വിളിക്കുക. കോൾ ഹിം എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുക. കോൾ ദം എന്ന് പറയുന്നത് അവരെ വിളിക്കുക. അങ്ങനെ എന്ന് പറയുന്നത് കോൾ ഫസ്റ്റ് വെച്ചിട്ട് എന്ന് പറയുന്നത് ആരെയാണോ അത് എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുക. അടുത്തത് അസ് എന്ന് പറയുന്നത്. അസ് എന്ന് പറയുന്നത് ഞങ്ങളെ, ബിലീവ് അസ്, ഞങ്ങളെ വിശ്വസിക്കുക. ലവ് അസ്, ഞങ്ങളെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഹർ എന്ന് പറയുന്നത് അവളെ, ലവ് ഹർ എന്ന് പറയുന്നത് അവളെ സ്നേഹിക്കുക. കോൾ ഹർ എന്ന് പറയുന്നത് അവളെ വിളിക്കുക. ബിലീവ് ഹർ എന്ന് പറയുന്നത് അവളെ എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നൊക്കെ പറയും. പിന്നെ അതാ ഹിം എന്ന് പറയുന്നത് അവനെ. ബീറ്റ് ഹിം എന്ന് പറയുന്നത് അവനെ അടിക്കുക. ലവ് ഹിം എന്ന് പറയുന്നത് അവനെ സ്നേഹിക്കുക. കോൾ ഹിം അവനെ വിളിക്കുക എന്നൊക്കെ പറയും. പിന്നെ ദം എന്ന് പറയുന്നത് അവരെ. ഹെൽപ്പ് ദം, അവരെ സഹായിക്കുക. കോൾ ദം, അവരെ വിളിക്കുക. ബീറ്റ് ദം, അവരെ എന്ന് പറഞ്ഞാൽ നടിക്കുക. ഈ ഒരു രീതിയിലൊക്കെ ആയിട്ട് എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറയുന്ന കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താക്കുക, വാക്ക് ഫസ്റ്റ് വെച്ചിട്ട് എന്ന് പറയുന്നത് എന്താണോ ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്ന സാഹചര്യത്തിനനുസരിച്ച് ഓരോ വാക്കുകളും അത് കഴിഞ്ഞതിന് ശേഷം വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളെ ബന്ധപ്പെട്ടവരിലേക്ക് നടന്ന ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അവർക്കും കൂടി ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.